പലരിലും കണ്ടുവരുന്ന ഒരു ശീലമാണ് ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ കൊണ്ടുപോകുന്നത്. ഈ ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും വേഗം അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ബാത്റൂമിൽ മലവിസർജനം നടത്താനായി പോകുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ അവിടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഈ ശീലം അധികം വൈകാതെ തന്നെ നന്നായി മലവിസർജനം നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. മലബന്ധം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മലമൂത്ര വിസർജനം എന്നത് നമ്മുടെ കുടലും തലച്ചോറും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒന്നാണ്. ബാത്റൂമിൽ മലമൂത്ര വിസർജനം നടത്താനായി പോകുമ്പോൾ തലച്ചോറിൽ നിന്ന് ചെറുകുടലിലേക്കും വൻകുടലിലേക്കും ഒപ്പം മലദ്വാരത്തിലേക്കും നിരവധി സിഗ്നലുകൾ കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട്. മലദ്വാരത്തെ അടച്ചു പിടിക്കുന്ന ഭാഗം കട്ടിയുള്ളതാണ്. ബാത്റൂമിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോറിന്റെ ഈ ഭാഗത്തേക്കുള്ള പ്രവർത്തനം നിയന്ത്രിക്കപ്പെടും. അതുകൊണ്ട് തന്നെ കൃത്യമായി മലവിസർജനം സാധ്യമാകാതെ വരും. മലബന്ധത്തിന് നിരവധി കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് കാണപ്പെടുന്ന ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് ബാത്റൂമിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തന്നെയാണ്.